നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷനിൽ വൈറ്റിൻ്റെ കിങ് സൈഡിൽ പോണുകൾ ഉപയോഗിച്ച് വളരെ വലിയ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിച്ചിരിക്കുന്നു. വൈറ്റിൻ്റെ ക്യൂൻ സൈഡിലെ 2 പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കുവാനും വൈറ്റിന് സാധിക്കും. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് പ്രത്യേകിച്ച് ആക്രമണങ്ങളൊന്നും തന്നെ നടത്തുവാൻ വൈറ്റിന് സാധിക്കുന്നില്ല. ക്യൂൺ സൈഡ് വളരെ ദുർബലവുമാണ്. ഇങ്ങനെ ഒരു പൊസിഷനിൽ ബ്ലാക്ക് G5 ഓപ്പൺ ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ കിങ്ങിനെ ആക്രമിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് D7 എന്ന നീക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് F5 ഇരിക്കുന്ന നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയും പോൺ ഉപയോഗിച്ച് റീക്യാപ്ചർ ചെയ്യുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ച് F5 ഇരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുകയും ക്യൂൻ C3 എന്ന ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് ഈ ഒരു പൊസിഷനിൽ നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ക്യൂൻ C3 എന്ന നീക്കം നടത്തുമ്പോൾ നൈറ്റ് ഉപയോഗിച്ച് E2 ഇരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു നീക്കം മനസ്സിലാക്കിയ വൈറ്റ് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് G7 ഇരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് എക്സ് G7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലൂടെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് പകരം ക്യൂൻ സൈഡിലൂടെ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിക്കൊണ്ട് ബ്ലാക്കിനെ ആക്രമിക്കുകയാണെങ്കിൽ ഈ ഗെയിമിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബിഷപ്പ് ഉപയോഗിച്ച് D4 ഇരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാക്കിൻ്റെ വളരെ ശക്തമായ ഒരു പീസാണ് D4 ഇരിക്കുന്ന നൈറ്റ്. കാരണം ചെസ് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു നൈറ്റാണ്. നൈറ്റ് ടേക്സ് F5. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. E4 ഇരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് F5 ഇരിക്കുന്ന നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയും ബിഷപ്പിന് ഒരു ആക്രമണം നൽകുകയും ചെയ്യുന്നു. ബിഷപ്പ് ടേക്സ് F5. വൈറ്റിൻ്റെ ക്യൂനിനെ ബിഷപ്പ് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. നൈറ്റ് E4. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് നൈറ്റിനെ എത്തിക്കുന്നു. ക്യൂൻ H4. ക്യൂനും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് H3 ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ ആക്രമണത്തെ നിഷ്പ്രയാസം പ്രതിരോധിക്കുന്നു. നൈറ്റ് F6. നൈറ്റും ബിഷപ്പും ഉപയോഗിച്ച് E4 ഇരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. ബിഷപ്പ് ടേക്സ് E5. ബ്ലാക്കിൻ്റെ C1 ഇരിക്കുന്ന ബിഷപ്പ് ആക്റ്റീവ് ആവുകയും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയറിൽ എത്തിക്കുവാനും വൈറ്റിന് സാധിക്കുന്നു. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബി ടേക്സ് G7 ചെക്ക്. ബിഷപ്പ് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയും കിങ്ങിന് ഒരു ചെക്ക് നൽകുകയും ചെയ്യുന്നു. ബിഷപ്പിനെ കിങ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. F ടേക്സ് E4. E4 ഇരിക്കുന്ന നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബി ടേക്സ് H3. G ടേക്സ് H3. ബ്ലാക്കിൻ്റെ ക്യൂനും റൂക്കും 2 പോണുകൾ ഉപയോഗിച്ച് കിങ് സൈഡിലേക്ക് ഒരു ആക്രമണം നടത്തുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് അത് നിഷ്പ്രയാസം പ്രതിരോധിക്കുവാൻ സാധിക്കും. പോൺ F3. ക്യൂൻ D4 ചെക്ക്. ക്യൂൻ ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുന്നു. റൂക്ക് F6. റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് B2. റൂക്ക് E8. ഈ ഒരു പൊസിഷനിൽ വൈറ്റിനൊരു പീസ് കൂടുതലുള്ളത് കൊണ്ട് F3 G3 ഇരിക്കുന്ന പോണുകൾക്കെതിരെ ഒരു പീസ് സാക്രിഫൈസ് ചെയ്താൽ പോലും ക്യൂൻ സൈഡിലെ പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തുവാൻ വൈറ്റിന് സാധിക്കും. ക്യൂൻ D7. ക്യൂൻ ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുന്നു. കിങ് F8. ക്യൂൻ ടേക്സ് B7. B7 ഇരിക്കുന്ന പോൺ കൂടി നഷ്ടപ്പെടുമ്പോൾ B5 C5 ഒരു കണക്റ്റഡ് പാസ്റ്റ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. പോൺ G2. പോൺ ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുന്നു. ഈ ഒരു ചെക്ക് നൽകുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചും റൂക്ക് ഉപയോഗിച്ചും
പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ രണ്ട് രീതിയിലുള്ള വേരിയേഷനാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റൂക്ക് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പിനെ നിലനിർത്തുവാൻ സാധിക്കും. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ ബിഷപ്പ് നഷ്ടപ്പെടുകയും റൂക്ക് നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു. വൈറ്റിൻ്റെ ബിഷപ്പ് നഷ്ടപ്പെട്ടാൽ ബ്ലാക്കിൻ്റെ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് കിങ് സൈഡിലേക്ക് ഒരു ആക്രമണം വരുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് റൂക്ക് ടേക്സ് G2, F takes G2 check, Bishop takes G2, Rook F2, Queen C7. ഇനി ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് വിജയിക്കുവാനോ അല്ലെങ്കിൽ കൃത്യമായി ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാനോ സാധിക്കും. നമുക്ക് ഈ ഗെയിമിൽ കളിച്ച നീക്കങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം. F5 നിന്നും നൈറ്റ് G7ലേക്ക് നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് H3യിലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. ബി ടേക്സ് H3, G2വിലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ G2വിലിരിക്കുന്ന പോൺ H3യിലേക്ക് നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിന് ഒരു ചെക്ക് നൽകുവാൻ സാധിക്കുന്നു. പോൺ G2 ചെക്ക്. കിങ് ഉപയോഗിച്ച് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് G8 നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബിഷപ്പ് B2. റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ പിൻ ചെയ്യുമ്പോൾ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് D4ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുന്നു. റൂക്ക് ടേക്സ് G7 ചെക്ക്. റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടൊരു ചെക്ക് നൽകുന്നു. കിങ് F1. വൈറ്റിൻ്റെ കിങ് സൈഡിലേക്ക് G5യിലൂടെ വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. നൈറ്റ് C2. നൈറ്റ് C2 എന്ന ഒരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നത് നൈറ്റ് E3 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് ക്യൂൻ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ ടേക്സ് C2, ക്യൂൻ G5, ക്യൂൻ G1 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ബിഷപ്പ് D4, ബിഷപ്പ് D4 എന്ന ഒരു നീക്കം നടത്തുമ്പോൾ G1 എന്ന സ്ക്വയർ ബിഷപ്പിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. ഈ ടേക്സ് D4, പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. ബിഷപ്പ് D3, കിങ്ങിന് മുൻപിലോട്ട് നീക്കം നടത്തുവാനുള്ള ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുന്നു. ക്യൂൻ G1 ചെക്ക്. കിങ് E2, റൂക്ക് G2 ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.